ജീവൻ വന്നേന്. രാവിലെ ഉണ്ടല്ലോ മെറിനെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ബ്രൂണോയെ രാവിലെ കൊണ്ടുപോയപ്പോ അവനിങ്ങനെ രാവിലെ കറക്കാൻ കൊണ്ടുപോകണം അല്ലെ, ഭയങ്കര മെറിനാണ് കൊണ്ടുപോകുന്നത്. മെറിൻ കൊണ്ടുപോയാലേ ഇഷ്ടപ്പെടും അല്ലേ, മെറിനല്ലെങ്കിൽ പപ്പ. ഞാൻ എല്ലായിടത്തും അവൻ പോകുന്നിടത്തൊക്കെ ഞാൻ അങ്ങ് പോകും കൂടെ കേട്ടോ. പപ്പയൊക്കെ ആവുമ്പോ പപ്പ കൊണ്ടുപോടുന്നിടത്തേ പോകത്തുള്ളൂ. അപ്പൊ അവൻ എന്റെ കൂടെ പോകാനാ ഇഷ്ടം, ലോകം മൊത്തം ചുറ്റാലോ. അവിടെ പറമ്പ് മൊത്തം അവൻ എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ മൊത്തം അവിടെ കറക്കിക്കൊണ്ട് നടക്കും. അങ്ങനെ പോയ വഴിയിലെ കണ്ടൊരു കാഴ്ച അല്ലേ? അതെ, അങ്ങനെ പോയ വഴി കണ്ടതാണ്. ഇപ്പൊ ആ ഒരു പട്ടിക്കുഞ്ഞ് കിടന്ന് ഭയങ്കര കടിച്ചില്ല. നോക്കിയപ്പോ അതിന് ദേഹം മൊത്തം ഓരോ ഇതൊക്കെയാണ്, വ്രണങ്ങളാണ്, ഈച്ചയും കുത്തുന്നത്. അപ്പം കനാലാണ്, അവിടെ എല്ലാം കാടാണ്. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഈ പട്ടിക്കുഞ്ഞ് കിടക്കുന്നത്. അതങ്ങ് താഴോട്ട് പോയി. നമുക്ക് പെണ്ണുങ്ങൾക്കൊന്നും ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല, കാരണം സ്ലിപ്പായി വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യും? വെള്ളവും മൊത്തം അഴുക്കാണ്, വെള്ളവും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പം വെള്ളം കുറച്ച് കിടപ്പുണ്ട് എന്ന് വെച്ചാൽ അഴുക്ക വെള്ളമാണ്. അപ്പം ഞാൻ മമ്മിയെടുത്ത് വന്ന് പറഞ്ഞു, മമ്മി വന്നൊന്ന് നോക്കും. മമ്മി ഇല്ല നോക്കണ്ട, ഞാൻ കണ്ടാ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ എന്നാലും വാ മമ്മി ഒന്ന് വാ, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നമ്മൾ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന ഭയങ്കര മോശമല്ലേ? നമുക്ക് ഇപ്പോഴും ഒരു കുറ്റബോധമുണ്ട്. അതെ, മെറിനെപ്പോഴും ഉള്ളതാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് പറയാം. അങ്ങനെയാണ് ഞങ്ങൾ ബ്രൂണോയെ എടുത്ത് വളർത്തിയത്. അപ്പൊ അവള് കരുതി എടുത്തോണ്ട് വന്നങ്ങ് വളർത്താം എന്നൊക്കെ ആയിരുന്നു. ഒരു മനസ്സിലൊരു ലഡ്ഡു പൊട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ? പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും വേണ്ട, ഒരു ഭ്രൂണം ഉണ്ടല്ലോ, പിന്നെയും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെറുതെ ഇതാക്കണം. അതിനൊന്ന് രക്ഷപ്പെടുത്തി പുറത്താക്കണം എന്നുള്ളത്. എന്തായാലും അവിടെ ആ കനാലിന്റെ അരികത്ത് കിടന്നത് നശിച്ചു പോകാനും അത് കാട്ടിനകത്ത് കിടന്ന് ചത്തു പോകത്തേ ഉള്ളായിരുന്നു. നമ്മളതിനെ പുറത്തിറക്കി. ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പം കണ്ട പിന്നെ ആ കുഞ്ഞൻ പട്ടി അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം എങ്ങനെ അതിനെ ആ കുഴിക്കകത്തുനിന്ന് എടുക്കുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയത്. നമ്മുടെ മാങ്ങ പറിക്കുന്ന ഒരു തോട്ടം ഇരിപ്പുണ്ട്, അതിൻ്റെ അറ്റത്താണെങ്കിൽ മാങ്ങ പറിച്ചതിൻ്റെ ഒരു സഞ്ചിയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളൊന്ന് നീട്ടി കൊടുത്താൽ ആ കുഞ്ഞൻ പട്ടി അതിനകത്ത് കയറുമെന്ന് നോക്കാം കേട്ടോ. നമ്മളൊരു ഐഡിയ നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ, ഇപ്പം പണ്ട് കാണിച്ച കനാലാണ് ഈ കിടക്കുന്നത്. കനാലിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഈ സ്ഥിതിയാണ്. കാട് കയറി കിടക്കുകയാണ് കേട്ടോ. മനുഷ്യന് ഇതുവഴി പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലേ മാളൂട്ടി സിനിമ മാതിരിയാണല്ലോ. കനാല് കുഴിയിലാണ്ട് ആ കാട്ടിനകത്തായിപ്പോയി. അങ്ങനെ എന്തായാലും ആ സഞ്ചിക്കകത്ത് കയറി കഴിഞ്ഞു. ചേട്ടൻ്റെ മോനാണ് ഇത് എടുത്തോണ്ട് വന്നത്. ആളുടെ പാവം. നമ്മുടെ ബ്രൂണോയെ പോലെ തന്നെ ഉള്ളൊരു കുഞ്ഞ്. അങ്ങനെ അതിനെ രക്ഷിക്കാൻ പറ്റി. നല്ലൊരു പട്ടിക്കുട്ടി ഇവിടെ കിടന്നിട്ടാണ്ട് ഈച്ചയൊക്കെ കൊത്തുന്നോണ്ടാണ് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ പ്രശ്നങ്ങളുണ്ട്. ഈച്ച കൊത്തിപ്പറിക്കുന്ന കേട്ടോ, അതാണ് പ്രശ്നം. നല്ല കളറൊക്കെ ഉള്ളതില്ലേ, നല്ല കണ്ണ്. പണ്ട് ബ്രൂണോ ഇതുപോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അജുവാണ് ചേട്ടന്റെ മോനാണ് ഈ പട്ടിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തത് കണ്ടോ. അങ്ങനെ രാവിലെ ഒരു പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടാക്കാം കേട്ടോ. വേറെ 5-6 കുഞ്ഞുങ്ങൾ ആ സൈഡിൽ കിടപ്പുണ്ട്. എന്തായാലും ഈ കാട്ടിൽ കിടന്നാൽ ഇത് കനാല് വഴി വീണ് ചത്തു പോകത്തേ ഉള്ളൂ. കൂട്ടത്തിൽ വെച്ചൊന്ന് കാണിക്കും. അയ്യോ, എന്റെ കാലാണ് ഉറങ്ങുന്നത്. ഇത് വേറെ ഉണ്ടോ? ഇവിടെയും കിടപ്പുണ്ട് എന്റെ കുഞ്ഞുങ്ങള്, സഹോദരങ്ങള് ഉണ്ട് കേട്ടോ. അയ്യോ, ഒരാള് പേടിച്ചിരിക്കുവാണ്. എന്റെ അമ്മ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങ് നടക്കുക കേട്ടോ. പാലും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്റെ അമ്മ വന്ന് ഞങ്ങളെ കടിക്കുന്നതിന് മുമ്പിട്ട്
അവിടെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. ഇറങ്ങ മറ്റേ ആളും വന്ന് ചാക്കി കയറുന്നു. എന്തുവാണ് ഒരാളെ അടിപൊളി. തല കുത്തി പോണ്ടേ ചാക്കെടുക്കട്ടെ. രണ്ടുപേരും കൂടെ കുഴപ്പമില്ല. മാറിയില്ലേ ഡേ മാറേ ചാക്കെടുക്കട്ടെ. ഒരു കാലം കൂടെ. ആ ഓക്കെ. എപ്പോഴാണ് ജീവൻ വന്നേന്ന്. ഇരിക്കുന്നതാണ് തള്ളപ്പട്ടി. അതിനൊരു കുലുക്കോ ഇല്ല, ഒരു കുലുക്കോ ഇല്ല. കൊച്ചുങ്ങൾ എന്തുവാണോ ഇങ്ങനെ അന്നോ അതും അങ്ങ് ക്ഷീണിച്ചു കേട്ടെ. ആ കുടിച്ചോ കുടിച്ചോ. പോവാന്നോ? ആ പാല പാല പാല് പാല് കുടി പാല് കുടി. ചൂട് അങ്ങോട്ട് നീക്കി വെക്കോണ്ട്. അങ്ങനെ അടിക്കാൻ അറിയത്തില്ല കേട്ടോ. കളയുന്നു കളയുന്നു. മണ്ടേ കയറി അങ്ങോട്ട് കയറി. പേടിയാന്ന് തോന്നുന്നു. വിളിച്ചു കൊടുത്തിട്ട് നമുക്ക് അതെങ്കിലും ഇച്ചിരി കുടിച്ചോട്ടെ. അതിന് അറിയാൻ കേട്ടോ കുടിക്കാന്. ഓ ഇതാണ് മണ്ടേ കയറുന്നേ. കുടിക്കുന്നു കുടിക്കുന്നു കുടിക്കുന്നു. ആ രണ്ടുപേരും കുടിക്കുന്നുണ്ട്. രണ്ടുപേരും കുടിക്കുന്നു. അവനകത്ത് കയറി ഇരുന്നിട്ടാ കുടിക്കും. പാല് കണ്ടതിന്റെ സന്തോഷം. ബ്രൂണോ ബ്രൂണോ എന്തു പറയുന്നേ? ബ്രൂണോന്റെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മളിപ്പോ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ. നിനക്ക് കാണായിരുന്ന നിനക്ക് കാണാണ്ടാ. നീ എന്താ ചിരിക്കുന്നേ? നിന്നെ ഇതേപോലെ കൊണ്ടുവന്നതാ. അറിയാമേ, എനിക്കറിയാമേ. എങ്ങനെ ചിരിക്കല്ലേ നീ? അയ്യോ അവനൊരു സന്തോഷം. ബ്രൂണോ എന്തുവാ? എന്താ വേണം? അപ്പം വേണോ? കള്ള. ഇപ്പൊ നമ്മളെയും കൊണ്ട് പറ്റാത്തോണ്ട് അച്ഛന്റെ ചേട്ടന്റെ മോനെ നമ്മള് വലിയ കാര്യത്തെ തോട്ടയൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷെ നമുക്ക് അതിനെ കാണാൻ പോലും ഒക്കാത്ത രീതിയിൽ താഴെ ഉരുണ്ടുരുണ്ട് പോയേക്കുവാണ്. അപ്പം അങ്ങനെ ഞങ്ങള് അത് ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾ ഈ തോട്ടം പട്ടിയപ്പിടുത്തക്കാരൻ കണ്ടാന്ന് കരുതിയിട്ട് ചേട്ടന്റെ മോൻ ഇറങ്ങി വന്നതാ. ഇങ്ങനെ ഒരു വലയൊക്കെ ആയിട്ട് ചെല്ലുന്ന കണ്ടിട്ട് കൊച്ചു ചേർക്കാൻ ഇറങ്ങി വന്നു. അവൻ വന്നിട്ട് പിന്നെ നമ്മുടെ ഇന്ന് തോട്ടയൊക്കെ മേടിച്ചിട്ട് അച്ഛനാണ് ഇറക്കി തന്നത്. അച്ഛനൊരു ഭയങ്കര വലിയ താങ്ക്സ് അല്ലേ. രാവിലെ ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റിയല്ലോ. എന്നിട്ട് നമ്മൾ അതിന്റെ സഹോദരന്റെ അടുത്താക്കിയിട്ട് നമ്മളിഞ്ഞ് പോയിരുന്നു. വേറെ പണിക്കൊന്നും നിന്നില്ല. അവർ രണ്ടുപേരും കണ്ടപ്പോ അവർക്കൊരു സന്തോഷം. രണ്ടുപേരും അവിടെ ഇവിടെ ഒരറ്റത്തും മറ്റേറ്റത്തും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അവരെ ഒരിടത്താക്കിയപ്പോ നമുക്കൊരു സമാധാനം. നമ്മൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുവരണം. അപ്പൊ ഒന്നായിട്ട് കൊണ്ടുവന്നാൽ അതിലും പ്രയാസം. അതുകൊണ്ട് രണ്ടുപേരുടെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങള് അവരെ രക്ഷപ്പെടുത്തി. അവരെ അമ്മയെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇനി പോരുന്നു അല്ലേ? അതെ, അത്രയെങ്കിലും ആവട്ടെ അല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയും. എത്രയായിരുന്നു ഇന്നത്തെ സംഭവം. അതെ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഇങ്ങനെ പ്രയാസത്തിലൊക്കെ കിടക്കുന്ന കാണുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു സഹായം ചെയ്യുക. കുറച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിലോ കുറച്ച് പാല് കൊടുക്കുകയാണെങ്കിലോ ചെറിയ രീതിയിൽ ഒരു സഹായം നിങ്ങൾ ചെയ്യുക. രക്ഷപ്പെടുത്തി അവർ അമ്മയുടെ അടുത്തോട്ടെങ്കിലും ഒന്ന് ആക്കി വിട്ടാലോ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഒരു പുണ്യം തന്നെയാണ് അത് എന്ന് പറയുന്നത് അല്ലേ? അതെ.
അല്ല പിന്നെ എപ്പോഴും മനസ്സിലൊരു അതെ, നമ്മളെ രക്ഷപ്പെടുത്തിയില്ലല്ലോ, നമ്മുടെ മുമ്പിൽ കിടന്ന ഒരു ജീവൻ ഇതാവുന്ന കാണുമ്പോഴേ നമ്മളൊന്ന് രക്ഷപ്പെടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴായാലും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകും. അപ്പം നമ്മളിങ്ങനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ ഒന്ന് വിടുമ്പോൾ ഞാൻ അതിനെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു ഒരു സംതൃപ്തി ഇങ്ങനെ നമുക്ക് ഉണ്ടാകും. ഓക്കെ, ബൈ ബൈ.